അൽബേനിയയിൽ നിന്നുള്ള ജീവിക്കുന്ന രക്തസാക്ഷിയുടെ ഹൃദയഹാരിയായ ജീവിതാനുഭവം കേട്ടപ്പോൾ ഫ്രാൻസിസ് പാപ്പ കണ്ണട മാറ്റി കണ്ണുനീർ നിറഞ്ഞ കണ്ണുകൾ രണ്ടും മെല്ലെ തുടച്ച് സാവധാനം എഴുന്നേറ്റ് ആ വൈദികൻ്റെ അടുത്തു ചെന്ന് ഇരുകരങ്ങളും ചുംബിച്ചു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ആ വൈദികൻ്റെ പേരാണ് ഫാദർ ഏണസ്റ്റ് സിമോണി. 1928 അൽബേനിയയിൽ അദ്ദേഹം ജനിച്ചത്. 10 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു വൈദികനാകണം എന്ന്. അങ്ങനെ അദ്ദേഹം പ്രാഥമിക പഠനമെല്ലാം പൂർത്തിയായതിനു ശേഷം ഒരു സെമിനാരിയിൽ പ്രവേശിച്ചു. അദ്ദേഹം സെമിനാരിയിൽ പ്രവേശിച്ച കാലഘട്ടത്തിൽ അൽബേനിയയിൽ പുതിയ ഒരു സർക്കാർ രൂപീകരിക്കപ്പെട്ടു. പക്ഷേ ആ പുതിയ സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് മതവിശ്വാസം വലിയ ഒരു കുറ്റവും അത് പാലിക്കുക എന്നത് ശിക്ഷയർഹിക്കുന്ന തെറ്റുമാണ്. അങ്ങനെ ഒത്തിരിയധികം മതവിശ്വാസികളെ ക്രിസ്ത്യാനികളെ തടവറയിൽ പിടിച്ചിട്ടു. അദ്ദേഹം അങ്ങനെ സെമിനാരിയിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ നിത്യവും കേട്ടിരുന്നത് പല ക്രൈസ്തവരുടെയും ജീവിതം പട്ടാളക്കാർ അപഹരിക്കുന്ന കഥകളായിരുന്നു. അങ്ങനെ നിരവധി പേരുടെ രക്തം വീണ് അൽബേനിയയിലെ മണ്ണ് ചുവന്നു. അവരുടെ രക്തം കൊണ്ട് അവിടെ ചോരത്തടാകങ്ങൾ രൂപീകൃതമായി. ഈ തടാകങ്ങളിൽ നിന്നും ചുവന്ന താമരപ്പൂക്കൾ പോലെ ഈ രക്തസാക്ഷികളുടെ മഹത്വം ഇങ്ങനെ വിരിഞ്ഞു നിന്നു. ഫാദർ സിമോണി സെമിനാരിയിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയേഴ്സ് ആയ ഫ്രാൻസിസ്കൻ വൈദികരെയും ഈ പട്ടാള ഭരണകൂടം പിടിച്ചുകൊണ്ടുപോയി വധിച്ചു കളഞ്ഞു. അതോടുകൂടെ സെമിനറി അടക്കുവാനുള്ള നിയമവും പുറപ്പെടുവിച്ചു. അങ്ങനെ സെമിനറിയിൽ നിന്നും പുറത്തു വന്ന് അദ്ദേഹം രഹസ്യമായി തൻ്റെ വൈദിക പഠനം തുടർന്നു. സെമിനറിയിൽ വച്ച് ഈ ക്ലേശങ്ങളും ഇടയും മറ്റും കഥകളുണ്ടായിട്ടും സിമോണി എന്ന ആ സെമിനറി വിദ്യാർത്ഥി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അണുവിട മാറി ചിന്തിക്കുവാനും ജീവിക്കുവാനും ഇടവന്നില്ല. പ്രത്യുത കൂടുതൽ ചൈതന്യത്തോടെ തൻ്റെ വിശ്വാസം ജീവിക്കുന്നത് തുടർന്നു. ദൈവം വിളിക്കുന്നവരെ എത്രയധികം പ്രതിസന്ധികൾ വന്നാലും അവരുടെ അഭീഷ്ടമനുസരിച്ച് ദൈവവിളി അനുസരിച്ച് ഉയർത്തുമല്ലോ. അങ്ങനെ 1956 ഏപ്രിൽ മാസം 7 ഏണസ്റ്റ് സിമോണി വൈദികനായി. അദ്ദേഹം ഒരു ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വൈദിക പട്ട സ്വീകരണത്തിന് ശേഷം 4 വർഷത്തിനകം അവിടെയുള്ള എല്ലാ വൈദികരെയും ഈ ഭരണകൂടം വിളിച്ചു ചേർത്തു. എന്നിട്ട് പറഞ്ഞു, വത്തിക്കാനും മാർപ്പാപ്പയുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാം, അല്ലെങ്കിൽ കൽത്തുറുങ്കായിരിക്കും നിങ്ങൾക്ക് സമ്മാനം. പക്ഷേ സിമോണി അച്ഛനും അദ്ദേഹത്തിൻ്റെ മറ്റ് അനുചരന്മാരും സഹവൈദികരും അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറി ജീവിക്കുവാൻ ഒരിക്കലും ഒരുമ്പെട്ടില്ല.
അങ്ങനെ അദ്ദേഹത്തെ 1963 ക്രിസ്തുമസ് കുർബാനയ്ക്കു ശേഷം 4 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്ന് അറസ്റ്റ് വാറണ്ട് കൊടുത്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ പാതിരാവിൽ അൽബേനിയയിലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ രക്ഷകൻ്റെ വരവ് അറിയിക്കുന്ന വിധത്തിൽ ഇങ്ങനെ കണ്ണു ചിമ്മി നിൽക്കുമ്പോൾ സിമോണിയച്ചൻ അതിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ജയിലിലേക്ക് സാവധാനം നടന്നു നീങ്ങി. ജയിലിൽ തീർച്ചയായും അദ്ദേഹത്തിന് അനുദിനം അനുഭവിക്കേണ്ടി വന്നിരുന്നത് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. കോടതിയിലെ വിചാരണയുടെ അവസരത്തിൽ അദ്ദേഹത്തെ അറിയിച്ചത്, ഒരു ശത്രുവിനെ എന്ന പോലെ നിങ്ങളെ തൂക്കിലേറ്റാനാണ് തീരുമാനം. കാരണം വേണ്ടി വന്നാൽ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതിന് തെളിവുണ്ട്. അത് രാജ്യദ്രോഹമാണ്. അങ്ങനെ സിമോണിയച്ചനെ ഒരു കൽത്തുറങ്കിൽ പാർപ്പിക്കുന്ന അവസരത്തിൽ സഹതടവുകാരനായി പരിചയമുള്ള ഒരു മനുഷ്യനെ കൂടെ പാർപ്പിക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, ആ മനുഷ്യനോട് പറയുന്ന കാര്യങ്ങൾ ജയിലധികാരികളെ അറിയിക്കുക, അങ്ങനെ ഭരണകൂടത്തിന് ഈ വിവരങ്ങൾ ചോർത്തി എടുക്കുക. ഈ മനുഷ്യൻ കൂടെ താമസിച്ചിരുന്ന ആ മനുഷ്യനെ അന്നത്തെ ഭരണകൂടത്തിന് എതിരായി സിമോണിയച്ചൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് റിപ്പോർട്ട് ചെയ്യുവാൻ പ്രത്യേകമായി നിർദ്ദേശിച്ചിരുന്നു. ഒരിക്കൽ ഈ സഹതടവുകാരൻ അച്ഛനോട് പറഞ്ഞു, ഇപ്പോഴത്തെ ഈ ഭരണകൂടം അവർ എത്രയധികം സഭയ്ക്കും വിശ്വാസികൾക്കും എതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ സിമോണിയച്ചൻ അവരോട് പറഞ്ഞു, ശത്രുക്കളോട് ക്ഷമിക്കുവാൻ പറയുന്ന, അപ്രകാരം ക്ഷമയുടെ മാതൃക കാണിച്ച ഒരു ഗുരുവിനെയാണ് നാം അനുഗമിക്കുന്നതെങ്കിൽ ഇവരോടെല്ലാം നാം ക്ഷമിക്കുക തന്നെ വേണം. അങ്ങനെ ഭരണകൂടത്തിനെതിരായി പറയാൻ ഒന്നും ഇല്ലാതിരുന്ന സിമോണിയച്ചൻ്റെ വധശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു. പക്ഷേ 28 നീണ്ട വർഷങ്ങൾ ആ തടവറയിൽ തീരാത്ത വേദനകളുമായി, കഠിനമായ യാതനകളുമായി കഴിയേണ്ടി വന്നു. അങ്ങനെ ഏകാന്ത ജീവിതവും ആ തടവറയിലെ കഷ്ടതകളും എല്ലാം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ സഹതടവുകാർക്ക് എന്നും ആശ്വാസവും അനുഗ്രഹവുമായി ജീവിച്ചു ഫാദർ സിമോണി. ഫാദർ ഏണസ്റ്റ് സിമോണിയുടെ ഈ കൊടും യാതനകളുടെയും എന്നാൽ വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ച ജീവിതശൈലിയുടെയും എല്ലാം അപ്രകാരം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്വതന്ത്രനായി. കാരണം അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ആ പട്ടാള ഭരണകൂടം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിച്ച ആ മനുഷ്യൻ ഫ്രാൻസിസ് പാപ്പയുടെ സാന്നിധ്യത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ യാതനകളുടെ നൊമ്പരങ്ങളുടെ കഥ വിവരിക്കുമ്പോൾ സ്വാഭാവികമായും ഫ്രാൻസിസ് പാപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. 2016 നവംബർ മാസം പുതിയ കൺസിസ്റ്ററിയിൽ പുതിയ കർദിനാൾമാരെ തീരുമാനിച്ചപ്പോൾ അതിലൊന്ന് ഈ 88 വയസ്സ് പ്രായമുള്ള, ജീവിതത്തിൽ എന്നും വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടി വന്ന സിമോണിയച്ചനും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ യാതനകൾക്കെല്ലാം സ്വർഗത്തിൻ്റെ സമ്മാനം തനിക്ക് ലഭിച്ചു. കർത്താവിൻ്റെ പീഡിതർക്ക് നീതി നടത്തിക്കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം വഹിച്ചു കൊടുക്കുമെന്നും ഉള്ള ആ 140 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ സിമോണിയച്ചൻ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ നീതി, അവിടുത്തെ കൃപ ഇന്ന് കൂടുതൽ അനുഭവിക്കുന്നു. ജീവിതത്തിൽ വിശ്വാസത്തിനു വേണ്ടി യാതനകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക്, വിശ്വാസത്തിനു വേണ്ടി വെല്ലുവിളികൾ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക്
പ്രേക്ഷിത സമർപ്പണത്തോടുകൂടെ ഈ വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്നും ദൈവത്തിൻ്റെ സംരക്ഷണവും ആശ്വാസവും അനുഗ്രഹവും സമ്മാനവും ഒക്കെ ലഭിക്കും എന്നതാണ് ഫാദർ സിമോണി ഇപ്പോൾ കർദിനാൾ ആക്കി ഉയർത്തിയ അദ്ദേഹം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. വിശ്വാസത്തിനെതിരെ വെല്ലുവിളികൾ ഉയർന്നപ്പോൾ വർദ്ധിച്ച തീഷ്ണതയോടും ചൈതന്യത്തോടും കൂടെ വളരെ മാതൃകാപരമായ ഒരു ക്രൈസ്തവ സാക്ഷ്യം നൽകിയ ഉദാഹരണമാണ് ഒറീസയിലെ കണ്ടമാളിലെ സഭ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അവരുടെ വളരെ ഹൃദയസ്പർശിയായ ആ ചെറുത്തുനിൽപ്പും വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിച്ച അതിൻ്റെ സാക്ഷ്യം വളരെ കർമ്മധീരനായ ഒരു ജേർണലിസ്റ്റ് മിസ്റ്റർ ആൻഡോ അക്കര എഴുതിയിട്ടുണ്ട് 3-4 പുസ്തകങ്ങളിലൂടെ. അതിൽ ശ്രദ്ധേയമായ ഒരു പുസ്തകം 20-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രൈസ്തവർ എന്നതും നീതിക്കു വേണ്ടി കണ്ടമാൾ കേഴുന്നു, കണ്ടമാൾ ക്രേവ്സ് ഫോർ ജസ്റ്റിസ് എന്നീ പുസ്തകങ്ങളെല്ലാമാണ്. അതേപോലെ തന്നെ ബൃന്ദ ഗ്രോവർ, സൗമ്യ ഉമ എന്നിവർ ഒരുമിച്ചെഴുതിയ കണ്ടമാൾ ഇൻട്രോസ്പെക്ഷൻ ഓഫ് ഇനിഷ്യേറ്റീവ് ഫോർ ജസ്റ്റിസ് 2007-2015 എന്ന പുസ്തകവുമൊക്കെ അവരുടെ ത്യാഗത്തിൻ്റെ കഥ, അവരുടെ വെല്ലുവിളികളുടെ മുൻപിലും ചെറുത്തു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ ദൃഢതയോടെ ജീവിച്ചതിൻ്റെ സാക്ഷ്യം നൽകുന്നുണ്ട്. 2008 ഓഗസ്റ്റ് മാസമാണ് മറ്റൊരു മതത്തിൻ്റെ ആചാര്യനെ വധിച്ചു എന്ന ഒരു ആരോപണത്തിൽ വിധേയമായി ഇപ്രകാരം ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. എത്രയോ പേർ അവരുടെ ജീവൻ നഷ്ടമായി. അന്നുണ്ടായിരുന്ന കലാപങ്ങൾ തീർച്ചയായും ഭീതിജനകമായിരുന്നു. വ്യാപകമായ ആക്രമണങ്ങളിൽ 100ഓളം ക്രൈസ്തവർ നിഷ്കരുണം കൊല്ലപ്പെട്ടു. അനേകം സ്ത്രീകൾ, അതും സമർപ്പിതരുൾപ്പെടെ ബലാത്സംഗം ചെയ്യപ്പെട്ടു. 300-ൽ പരം ക്രൈസ്തവ ദേവാലയങ്ങളും 600-ൽ പരം ക്രൈസ്തവ ഭവനങ്ങളും തകർക്കപ്പെട്ടു. അങ്ങനെ വിശ്വാസത്തിനു വേണ്ടി ഒരു സമൂഹം ഒന്നായി വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഇപ്പോഴും 7 പേർ, അതിൽ 5 പേരും നിരക്ഷരായ വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജയിലിൽ കഴിയുന്നു. ഏതായാലും ഒറീസയിലെ കണ്ടമാൾ നൽകുന്ന സാക്ഷ്യം ഈ വിശ്വാസത്തിനു വേണ്ടി വെല്ലുവിളികൾ കടന്നു വരുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അതിൻ്റെ സജീവ സാക്ഷ്യം നൽകുവാനുള്ള വലിയ ഒരു പ്രേക്ഷിതത്വത്തിൻ്റെ മനോഹരമായ ഉദാഹരണമാണ്, സാക്ഷ്യമാണ്. കണ്ടമാലിലെ ക്രൈസ്തവർ തരുന്ന ധീരമായ വിശ്വാസ സാക്ഷ്യം നമുക്ക് വലുതാണ്. വെല്ലുവിളികളിലും ക്രിസ്തുവിൽ ശരണപ്പെടാനും ആ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ശക്തി സംഭരിക്കുവാനുമുള്ള വലിയ ഒരു മാതൃക നമുക്ക് കണ്ടമാളിലെ ആ ക്രൈസ്തവ ജനത സമ്മാനിക്കുന്നു. ഈ വർഷം കേരളത്തിലെ KCSL, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിന് നൽകിയിട്ടുള്ള പഠനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു സുന്ദരമായ പുസ്തകമുണ്ട്. വീവ ക്രിസ്തോ റേ, വിശുദ്ധ ജോസ് ലൂയിസ് എന്ന ഒരു കൊച്ചു വിശുദ്ധൻ്റെ വീരോചിതമായ ജീവിതകഥ ശ്രീ ആൻ്റണി ചടയമുറി എഴുതിയിട്ടുള്ള ഒരു ജീവിത ചരിത്രമാണ് ഈ വർഷം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കാത്തലിക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനത്തിനായി നൽകിയിട്ടുള്ളത്. മെക്സിക്കോയിൽ ക്രൈസ്തവ പീഡനം അഴിഞ്ഞാടിയപ്പോൾ തൻ്റെ വീരോചിതമായ ജീവിത സാക്ഷ്യം ലോകത്തിന് സമ്മാനിച്ച ഒരു 15 വയസ്സുകാരൻ ജോസ് ലൂയിസ് സാഞ്ചസ് ഡെൽ റിയ, അതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്, ജോസ് ലൂയിസ് സാഞ്ചസ് ഡെൽ റിയ.
അദ്ദേഹത്തിൻ്റെ പ്രചോദനാത്മകമായ കഥയാണ് ഈ പുസ്തകത്തിൽ ബീവ ക്രിസ്തോ റേ എന്ന പുസ്തകത്തിൽ കൊടുക്കുന്നത്. 1913 മാർച്ച് മാസം 28-ാം തീയതിയാണ് മെക്സിക്കോയിലെ സാൻ ഹുവാവോയിൽ അദ്ദേഹം ജനിച്ചു. മാതാപിതാക്കൾ ഡോൺ മക്കറീനോയും ഡോണ മർക്കുറീത്തയും ആണ്. 1924 മെക്സിക്കോയിൽ അധികാരമേറ്റ പ്രസിഡന്റ് പ്ലൂട്ടാർക്കോ കത്തോലിക്ക സഭയുടെ എല്ലാ അവകാശങ്ങളും വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യവും എടുത്തുകളയുവാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ സഭയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം ഗവൺമെൻറ് ഭരണകൂടം പിടിച്ചെടുത്തു. പൊതുസ്ഥലങ്ങളിൽ ബലിയർപ്പിക്കരുതെന്നും ആരും മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്നും മതപരമായ വസ്ത്രങ്ങളോ ഒന്നും ധരിക്കരുതെന്നുമെല്ലാം അവർ ഭരണകൂടം നിഷ്കർഷയോടുകൂടെ തീരുമാനം അറിയിച്ചു. പക്ഷേ ഈ തീരുമാനം ജനരോഷം വിളിച്ചു വരുത്തുന്ന ഒന്നായിരുന്നു സ്വാഭാവികമായി. അങ്ങനെ പ്രസിഡൻറ്റിൻ്റെ പട്ടാളം പള്ളികൾ പൂട്ടി മുദ്രവെച്ചതോടുകൂടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള രോഷം വർദ്ധിച്ചു വന്നു. മെക്സിക്കൻ ജനത മതപരമായ അവകാശങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ക്രിസ്റ്ററോസ് എന്ന ഒരു സേന രൂപവൽക്കരിച്ചു. ഈ ജനകീയ മുന്നേറ്റത്തിൽ പങ്കുചേർന്ന ഈ 15 വയസ്സുകാരനായ ജോസ് ലൂയിസ് സാഞ്ചസ് എന്ന ആ വിദ്യാർത്ഥിയും പടിഞ്ഞാറൻ മെക്സിക്കോയിലെ സാൻ ഹുവായോ പട്ടണത്തിലെ ഇടവക പള്ളിയിൽ അവിടുത്തെ വികാരിയായ ഫാദർ ഇഞ്ഞാസിയുടെ മരുമകൻ കൂടിയായിരുന്നു ജോസ് സാഞ്ചസ്. അങ്ങനെ ആ ദേവാലയത്തിൽ ഒരു അൾത്താര ബാലനായി ജോസ് സാഞ്ചസ് ലൂയിസ് സഹായിക്കുമായിരുന്നു. ഒരു ദിവസം ഈ ഗവൺമെൻറ്റിൻ്റെ കൽപ്പന ഇങ്ങനെ നിലനിൽക്കെ ജോസ് സാഞ്ചസ് ഈ ദേവാലയത്തിൽ ചെന്നപ്പോൾ അകലെ പട്ടാളക്കാർ വരുന്നത് കണ്ടു. ഈ ജോസ് സാഞ്ചസിൻ്റെ അങ്കിൾ ഫാദർ ഇഗ്നാസിയോ തിരുവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കുവാൻ ഒരുങ്ങുവാൻ പോകുകയായിരുന്നു. ഈ ജോസ് സാഞ്ചസ് ഓടിച്ചെന്ന് പറഞ്ഞു, അങ്കിൾ ദയവായി പോയി ഒളിക്കുക, കാരണം ദാ പട്ടാളക്കാർ കുതിരപ്പുറത്ത് വരുന്നുണ്ട്, അതിൻ്റെ സ്വരം ഞാൻ കേൾക്കുന്നു. ആ വൈദികൻ പറഞ്ഞു, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നതാണ് ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ട് ഞാൻ ഒളിച്ചോടാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, നീ ദയവായി സങ്കീർത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ജോസ് സാഞ്ചസിനെ തള്ളി അകത്തേക്ക് അയച്ചിട്ട് ഇഗ്നാസിയോ അച്ഛൻ അവിടെ കാത്തുനിന്നു. അടുത്ത ക്ഷണത്തിൽ 5 പട്ടാളക്കാർ വന്ന് നിറതോക്കുകളുമായി അടുത്തേക്ക് വന്നു. ഇദ്ദേഹത്തെ പിടിച്ച് കയ്യാമം വെച്ച് ഈ ദേവാലയത്തിൻ്റെ പുറത്തേക്ക്, അതിൻ്റെ നടുമുറ്റത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ജോസ് സാഞ്ചസ് എന്ന ആ 15-കാരൻ ബാലൻ ഈ സങ്കീർത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള മണിമാളികയുടെ ആ ബാൽക്കണിയിലേക്ക് ആരും അറിയാതെ വളരെ തന്ത്രപരമായി മുകളിൽ കയറി ചെന്നു. അങ്ങനെ ആ മണിമാളികയുടെ ബാൽക്കണിയിലിരുന്ന് താഴെ കാണുന്ന രംഗങ്ങൾ വീക്ഷിക്കുവാൻ അവിടെ ഇങ്ങനെ പതുങ്ങിയിരുന്നു. അതിൻ്റെ ക്രാതിയുടെ ഇടയിലൂടെ താൻ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നും താൻ ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല എന്നും ഉറപ്പുവരുത്തി. അങ്ങനെ ആ മുറ്റത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ജോസ് സാഞ്ചസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ രംഗം തൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടു. ഫാദർ ഇഗ്നാസിയോയെ വലിച്ചിഴച്ച് കൊണ്ടുപോയി അദ്ദേഹത്തെ ആ ദേവാലയത്തിൻ്റെ ഭിത്തിയിലേക്ക് ഇങ്ങനെ മുഖം തിരിച്ച് നിർത്തിക്കൊണ്ട് ഈ പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ നേരെ നിറതോക്കൊഴിച്ചു. അദ്ദേഹം അവിടെ താഴെ വീഴുമ്പോൾ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട്, സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തിക്കൊണ്ട് ഫാദർ ഇഗ്നാസിയോ അവിടെ മരിച്ചു വീണു.
അങ്ങനെ മരിച്ചു വീഴുന്ന ക്ഷണത്തിൽ ജോസ് സാഞ്ചസ് അച്ഛൻ്റെ അവസാനത്തെ വാക്കുകൾ വീണ്ടും അനുസ്മരിച്ചു. ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നതാണ് ഏറ്റവും വലിയ മഹത്വം. ഈ ബാലൻ്റെ മനസ്സിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് ഈ വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുക എന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മം എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ തുടങ്ങി. അങ്ങനെ സാഞ്ചസും സാവധാനം ഈ ക്രിസ്തീയ വിശ്വാസികൾ ഒരുമിച്ച് കൂട്ടിയ സംഘത്തിലേക്ക് റോസ് ക്രിസ്റ്റോ എന്ന ആ സംഘടനയുടെ അംഗമായി തീർന്നു. അവസാനം ജോസ് സാഞ്ചസിനെയും പട്ടാളക്കാർ പിടികൂടി. അവർ ഇവനോട് പറഞ്ഞു, പ്ലൂട്ടാർക്ക് നീണാൾ വാഴട്ടെ, ക്രിസ്തുരാജൻ മരിക്കട്ടെ എന്ന് ഏറ്റുപറയുക എന്ന് നിർബന്ധിച്ചു. പക്ഷേ അവരുടെ നിർബന്ധത്തിന് വഴങ്ങാതെ തൻ്റെ വിശ്വാസം ഏത് വെല്ലുവിളിയുടെയും മുൻപിൽ ധീരതയോടെ പ്രഖ്യാപിക്കുമെന്ന് ഉറച്ച് നിലപാടെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, വിവാ ക്രിസ്തോ റേ, ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന് അവരുടെ മുൻപിൽ നിന്ന് ചങ്കൂറ്റത്തോടുകൂടെ ധീരതയോടുകൂടെ വിളിച്ചു പറഞ്ഞു. പക്ഷേ പട്ടാളക്കാർ തീർച്ചയായും അവൻ്റെ ഈ ധീരതയുടെ മുൻപിൽ അവർ അവരുടേതായ ആജ്ഞ നിവർത്തിക്കുവാനാണ് ആഗ്രഹിച്ചത്. അവനെ 2 കൈകളും പിറകിലേക്ക് കെട്ടിക്കൊണ്ട് അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു കുഴിമാടം, ഒരു കല്ലറ ഇവന് വേണ്ടി തയ്യാറാക്കി വച്ചിരുന്നു. ക്രിസ്റ്റോ റോസിലെ അംഗങ്ങൾ അങ്ങകലെ ആയിരിക്കുമ്പോൾ ഈ പട്ടാളക്കാർ ഇവനെ സാവധാനം കൊണ്ടുപോയി. വീണ്ടും ചോദിച്ചു, നീ ക്രിസ്തു മരിക്കട്ടെ എന്ന് വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ അതേപോലെ തന്നെ നിൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിനക്ക് നിൻ്റെ ജീവിതം സമ്പാദിക്കാം, നേടാം, അല്ലെങ്കിൽ നിനക്ക് എന്നേക്കുമായി ഈ ജീവിതം നഷ്ടപ്പെടും. അവൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, വിവാ ക്രിസ്തോ റേ, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. അടുത്ത ക്ഷണത്തിൽ അവൻ്റെയും ശിരസിലേക്ക് അവർ ഒരു കാരുണ്യവുമില്ലാതെ നിറതോക്കിൽ നിന്നും നിറയൊഴിച്ചു. അവൻ അവിടെ ആ കല്ലറയുടെ സമീപത്തായി കമിഴ്ന്നു വീണു. അവൻ അവിടെ വീഴുമ്പോൾ അവൻ്റെ വിരൽ കൊണ്ട് വീണ്ടും ക്രിസ്തുവിൻ്റെ ആ ക്രൂശിത രൂപം പോലെ ആ മണലിൽ അവൻ കൈകൾ കൊണ്ട് ക്രൂശിത രൂപം വരച്ചു. ആ ക്രൂശിത രൂപത്തിൻ്റെലേക്ക് ഇവൻ്റെ ശിരസിൽ നിന്നും ഒഴുകിയ ആ രക്തം പോയി നിറഞ്ഞു. അടുത്ത ക്ഷണത്തിൽ പ്ലൂട്ടാർക്കിൻ്റെ പടയാളികൾ വന്ന് ഇവൻ്റെ മൃതശരീരം ബൂട്ട്സുകൾ കൊണ്ട് തള്ളി ആ കല്ലറയിലേക്ക് വലിച്ചിട്ടു. പക്ഷേ ജോസ് സാഞ്ചസ് എന്ന ആ 15-കാരൻ്റെ ജീവിതം അവിടെ തീരുന്നില്ല. ഒരു രക്തപുഷ്പം പോലെ അവൻ്റെ ജീവിതം ഇന്ന് അനേകായിരം കുഞ്ഞുമക്കൾക്ക് വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന ഒരു തീഷ്ണതയേറിയ സാക്ഷ്യമായി നിലകൊള്ളുന്നു. ഈ പുസ്തകമാണ് ഈ വർഷം KCSLലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി വിചിന്തനം ചെയ്യുവാൻ നൽകിയിട്ടുള്ളത്, വിവാ ക്രിസ്തോ റേ എന്ന പുസ്തകം. മക്കബായക്കാർക്കെഴുതിയ 2-ാം അധ്യായത്തിൽ ഒരമ്മയും 7 മക്കളും തങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്ന അതിപ്രചോദനാത്മകമായ ഭാഗമുണ്ട്. ഓരോ മക്കളും തങ്ങളുടെ ജീവിതം ഇപ്രകാരം വിശ്വാസത്തിനെതിരായി നിലകൊള്ളുവാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ അവർ ധീരതയോടുകൂടെ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന വളരെ പ്രചോദനാത്മകമായ ഭാഗമുണ്ട്. തീർച്ചയായും യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി നിലകൊള്ളും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തുസൂക്ഷിക്കും. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് വെല്ലുവിളി നേടുമ്പോൾ അതിൽ ഉറച്ചു നിന്ന്
ധീരതയോടുകൂടെ ചങ്കൂറ്റത്തോടുകൂടെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന കരുത്തും കൃപയും അതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്നും വിശ്വാസം നൽകുന്ന നീതിയുടെയും സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും പാതയിലൂടെ അണുവിട തെറ്റാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. പ്രലോഭനങ്ങളും വെല്ലുവിളികളും കടന്നു വരുമ്പോഴും കർത്താവെ, അങ്ങയുടെ കുരിശിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അങ്ങയുടെ ആ സഹനത്തിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങനെ ഞങ്ങളുടെയും വിശ്വാസത്തിന് അനുദിനം സാക്ഷ്യം വഹിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരയണമേ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി നിലകൊള്ളും. അഴിയുന്നെങ്കിലോ അനേകം ഫലം പുറപ്പെടുവിക്കും. പ്രിയമുള്ളവരെ, ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമാകാം നമ്മുടേത്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുക്കുന്ന ഒരു ധന്യജീവിതമാക്കാം നമ്മുടെ വിശ്വാസ ജീവിതം. വെല്ലുവിളികൾ വന്നാലും കുരിശിൽ ആശ്രയിച്ചുകൊണ്ട് ധീരതയോടുകൂടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.